ഇതിന് 2:56 സിഗർ ചെയ്യുന്നവൻ പിശാചിനോട് സഹായം തേടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹനീഫ് കായക്കൊടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2:56 സിഗർ ചെയ്യുന്നവൻ പിശാചിനോട് സഹായം തേടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹനീഫ് കായക്കൊടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൂപ്പർക്ക് സമയം കഴിഞ്ഞത് തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതായാലും സിഹറിനെ സംബന്ധിച്ച് ഒന്നുകൂടി നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകും. ശരിക്ക് കേട്ടോ, ശരിക്ക് വായിച്ചു കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും, ശരിക്കും കേട്ടോ, ഇനി വേറൊന്നും ഇല്ല, വളരെ കൃത്യമാണ്. ആദർശ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അപ്പൊ പിശാചിനോട് അതുപോലെ തന്നെ ജിന്നുകളോട് അവരെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, അതാണ് സിഹർ. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് എന്താ? എ.പി. അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് ഒന്നുകൂടി വായിച്ചു തരാം. സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും അവിടെ തേട്ടം വേണമെന്നില്ല. നിങ്ങൾ ഇത് എഴുതുമ്പോ ഓർക്കേണ്ടിയിരുന്നു. നിങ്ങൾ മേപ്പിട്ട് നോക്കി എഴുതി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സ്വഭാവമില്ലാത്ത ഏതു സഹായ പ്രതീക്ഷയും. അവിടെ തേട്ടമുണ്ടോ? ഇല്ല. അപ്പൊ സഹായ പ്രതീക്ഷയും തേട്ടവും പ്രാർത്ഥനയാണ്. സിഹ്ർ എന്ന് പറഞ്ഞാലോ അത് കാണാത്ത മാർഗത്തിലൂടെയുള്ള സഹായത്തെ പ്രതീക്ഷയാണ്, അല്ലേ? അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമില്ല. അത് വിശ്വസിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പോയി ഹനീഫ് മൗലവി, നിങ്ങളുടെ കാറ്റും പോയി, തീർച്ചയായും പോയി. കാരണം ജബ്ബാർ മൗലവിനെയും സക്കരിയ സലാഹിയെയും ഒക്കെ നിങ്ങൾ ആദ്യം പുറത്താക്കി, ഇപ്പൊ നിങ്ങളും പോയി. സിഹ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം പ്രതീക്ഷിക്കലാണ്. അത് ജിന്നിൽ നിന്നാവട്ടെ ശൈത്താനിൽ നിന്നാവട്ടെ, ആ പ്രതീക്ഷ പ്രാർത്ഥനയാണെന്ന് നിങ്ങളുടെ എ.പി. അപ്പൊ നിങ്ങളും മുശ്രിക്കായില്ലേ? അതാണ് എന്റെ ചോദ്യം. വിഷയം മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഒന്നിന്റെ ശേഷം ഒന്നായി പോയി. നബവി ഇമാം ശിർക്ക് ചെയ്തു നിങ്ങൾക്ക് പറയേണ്ടി വന്നു. ഷൗക്കാനിയെ തള്ളി, ജബ്ബാറിനെ തള്ളി, സർവരെയും തള്ളി, ഒടുവിൽ നിങ്ങളെ കാറ്റും പോയി. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചതോടെ. കാരണം അത് ദൃശ്യമാർഗത്തിലുള്ള പ്രതീക്ഷ വെക്കലാണ്. പോയി. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി നല്ലത് അത് പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ഒരു യോഗം കൂടി പിരിച്ചുവിട്ടാളി. ഞാൻ ചോദിക്കട്ടെ, തേടിയാ മാത്രം ശിർക്കാവും? അപ്പൊ കഴിഞ്ഞു. നോക്കിയാ നിങ്ങള്, ഇയാൾക്ക് സിഹ്ർ മനസ്സിലായിട്ടില്ല. വായിച്ച എന്താ? ഈ സിഹ്ർ ചെയ്യുന്ന ആളാണ് ജിന്നിനോട് സഹായം തേടുന്നത്, ശിർക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ സിഹ്ർ ചെയ്യണ മൗലവിമാരുണ്ടല്ലോ, ഓല് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിലാർക്കാ സംശയം? നേരെ മറിച്ച് സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ ജിന്നിനോട് സഹായം തേടലുണ്ടോ? സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾ ജിന്നിനോട് സഹായം തേടുന്നില്ല. ചോദ്യോത്തരം കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല? ശിർക്കാവൂല. തേടിയാലേ ആകുള്ളൂ എന്നിടത്താണല്ലോ ഇപ്പൊ എത്തിയത്. എന്റെ ചോദ്യം, ഇപ്പൊ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ. അങ്ങനെയാണോ നിങ്ങളുടെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹ്റിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവുന്നതാണ് എന്നല്ലേ? അപ്പൊ എന്റെ ചോദ്യം കേട്ടോളൂ, ശിർക്ക് വ്യക്തമായിട്ട് പഠിച്ചോ. അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു, തേടിയില്ല. അയാൾ മുശ്രിക്കാണോ? മുശ്രിക്കല്ലേ? നിങ്ങൾ ഈ സദസ്സിനോടൊന്ന് വ്യക്തമായി പറയണം. ഉപ്പെന്തായി എന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്. പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്. പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി. ഇവരൊക്കെ ഔട്ടായി. അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ?
ശിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹിർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. സിഹിറിൽ ഇങ്ങൾക്കും വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കും നിങ്ങൾ വിശ്വസിച്ചു. സിഹിർ അറിഞ്ഞാലോ അഭൗതിക കഴിവുണ്ട് എന്ന് ഒരാൾക്ക് വിശ്വസിക്കലാണ്. അതോടെ നിങ്ങൾ ഔട്ടായി. എന്ത് മറുപടി ഉണ്ട്? ആ മണിയായി മറുപടി നൽകും. പക്ഷെ ആള് ഇപ്പൊ ഒരു വിവാദം മണിയുണ്ടല്ലോ, ഏതാണ്ട് മണിയായി എന്നല്ലാതെ കാര്യമൊന്നും വിഷയത്തിലില്ല. ആളുകൾക്ക് ഏതാണ്ട് ആ മണിയാണ് ഇപ്പൊ ഓർമ്മയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറയുന്നതിന് ലൈസൻസും ഇല്ല, അപ്പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതും പറയില്ല. നമുക്കറിയാലോ രാഷ്ട്രീയ രംഗത്ത് വിവാദമായ മണി. അതന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. ശരിക്ക് എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാള് ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല. ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് നിങ്ങളിതെപ്പോഴേ കാണുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ കണ്ടും ഇതിന് മറുപടി കൊടുത്തതൊക്കെ തന്നെയാണ്. ഇത് വളരെ പുതുമയുള്ള കാര്യമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് ഇപ്പം നിങ്ങളാണ്. അത് വിഷയമല്ല. ഇതിന് 2 മിനിറ്റ് 56 സെക്കൻഡിൽ സിഹിർ ചെയ്യുന്നവൻ പിശാചിനോട് സഹായം തേടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഹനീഫ് കായക്കൊടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.